2024 സീറ്റ വേരിയന്റ് വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 25,000 കിലോമീറ്റർ ഓട്ടം. ഇത് 2022 വണ്ടി, VXI ഓട്ടോമാറ്റിക്, സിംഗിൾ ഓൺഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഇത് ഫൈനലായിട്ട് നമുക്ക് 4,90,000 രൂപ കൊടുക്കാം. 4,90,000 2017 85 ആണ് അല്ലേ? 85 നല്ല നീറ്റ് വണ്ടി. 5,65,000 രൂപ കൊടുക്കാം. നമുക്ക് ഫൈനലായിട്ട് 22,65,000 നെറ്റിന് കൊടുക്കാം. 22,65,000. അത്യാവശ്യം മോഡൽ കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള പുതിയ വണ്ടിയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നാൽ വേണ്ട കുറച്ച് പൈസ കുറഞ്ഞിട്ടാണെങ്കിലും യൂസ്ഡ് എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക്, അത് പുതിയതുപോലെ കൊണ്ടുനടക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന A1 യൂസേഴ്സിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൽ ഒരുവിധം വണ്ടികളൊക്കെ SUV കാറ്റഗറിയാണ്. ഒരു 3-4 വണ്ടികൾ മാത്രമേ ചെറുതുള്ളൂ. ബാക്കിയുള്ള എല്ലാം തന്നെ SUV കാറ്റഗറിയാണ്. ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, മാനുവൽ എല്ലാ സാധനവും ഉണ്ട്. ഇലക്ട്രിക് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എവിടെയും കിട്ടാത്ത സാധനം വളരെ റെയറായിട്ടുള്ള ഫ്രോങ്സൊക്കെ കിടപ്പുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മോഡൽ കൂടിയ വണ്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ മിക്കവാറും വണ്ടികൾക്ക് കമ്പനി വാറണ്ടി ഉണ്ട്. ഇനി അതില്ലാത്ത വണ്ടികളാണെങ്കിൽ ഇവരൊരു 6 മാസം വാറണ്ടി നിങ്ങൾക്ക് വരും. ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാം. എന്തൊക്കെ പറഞ്ഞാലും ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ കിട്ടുള്ളൂ. അത് ധൈര്യത്തിന് വേണ്ടി പറയുന്ന, ഇതൊന്നും ചെക്ക് ചെയ്തില്ലെങ്കിൽ വലിയ ഒന്നും വരാനൊന്നുമില്ല. കാരണം പുതിയ വണ്ടികളാണ്, കമ്പനി വാറണ്ടി ഉണ്ടെങ്കിൽ പേടിക്കാനില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒറ്റ കാര്യം ചെയ്തോളാം, നല്ലോണം ചെക്ക് ചെയ്തോളാം, കംഫർട്ടബിളായിട്ട് എടുത്തുകൊണ്ട് നോക്കുക. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ. ഇതുപോലത്തെ നല്ല വണ്ടികളൊക്കെ തപ്പി നടക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ A1 യൂസേഴ്സിൽ ആദ്യത്തെ വീഡിയോ ആണ്. അടുത്ത വീഡിയോയിൽ ഇവരുടെ കുറച്ച് അതായത് പ്രൈസ് റേഞ്ച് കുറഞ്ഞ വണ്ടികൾ കൂടി കാണിച്ചു തരാം. നേരെ പോയാലോ? ഈ വണ്ടികൾ മുഴുവൻ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അടുത്ത വണ്ടികൾ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ A1 യൂസേഴ്സിൽ ഇപ്രാവശ്യം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അടിപൊളി വണ്ടികൾ എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടികൾ. അപ്പോൾ രാഹുൽ ബ്രോ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ? ഓരോ വീഡിയോ കഴിയുമ്പോഴും നിങ്ങൾ ക്വാളിറ്റി ആയി വരുവാണ് അല്ലേ? ശരിക്കും ഇല്ലേ? നമ്മളിവിടെ ഏത് ലെവലിൽ നിന്ന് തുടങ്ങിയത് എനിക്കറിയാം. ഇപ്പോൾ കിടക്കുന്നതെല്ലാം അല്ലേ പുത്തൻ വണ്ടികൾ, ലോ കിലോമീറ്റർ, അത്യാവശ്യം വിലയുള്ള ക്വാളിറ്റിയുള്ള വണ്ടികൾ. നമ്മൾ ലോക്കലൊക്കെ അങ്ങോട്ട് മാറ്റി, ലോക്കലെന്നല്ല കേട്ടോ, സാധാരണക്കാരെ അങ്ങോട്ട് മാറ്റി ഇതൊക്കെ ഒരു മിഡ് റേഞ്ച് ആക്കി അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷത്തിന് മേലെയുള്ള അല്ലേ മിക്കവാറും എല്ലാം. അതെ. പക്ഷെ അതിന്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുമോ? 100% ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. 100%. അതെന്തായാലും ഒരു കുറ്റവും ഒരാളും പറയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ കുറേ വീഡിയോകൾ, എനിക്ക് തോന്നുന്നു 5-8 വീഡിയോകളായിട്ട് 10 വീഡിയോ ഓൾമോസ്റ്റ്. അല്ല അങ്ങനെ പറഞ്ഞാൽ ഒരു 5-8 വീഡിയോ ആയിട്ട് നിങ്ങളെക്കുറിച്ച് എല്ലാവരും നല്ലത് മാത്രമേ ഉണ്ടല്ലേ? അങ്ങനെ ആവട്ടെ എന്നും. അപ്പോൾ ഒറ്റ കാര്യം പറയാനുള്ള യുദ്ധമൊക്കെ ആയതുകൊണ്ടേ പാവങ്ങളെ കൂടി പരിഗണിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് അത് കാണിക്കാം അല്ലേ? കുറഞ്ഞ വണ്ടികൾ. ഇതില് ഒരുവിധം വണ്ടിയൊക്കെ വാറണ്ടി ഉണ്ടാവൂലേ? ഓൾമോസ്റ്റ് കമ്പനി വാറണ്ടി ഇല്ല. കമ്പനി വാറണ്ടി ഇല്ലാത്ത നമ്മൾ 6 മാസം വാറണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കും. വാറണ്ടി കൊടുക്കും. എന്നാ പിന്നെ തുടങ്ങാം നമുക്ക്. ആദ്യം തന്നെ വെടിക്കെട്ട് സാധനം ആയിക്കോട്ടെ, ഫ്രോങ്സ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ എൻക്വയറി ഉള്ള ഒരു വണ്ടി അല്ലേ? കാരണം എന്താ വെച്ചാൽ ഈ സാധനം കിട്ടാനില്ല. ബുക്കിംഗ് പീരീഡ് 3 മാസം 3.5 മാസം ബുക്കിംഗ് പീരീഡ്. മാരുതിക്ക് വരെ 3.5 മാസം ബുക്കിംഗ് ആയി. ശരി, അപ്പോൾ എന്തായാലും ഇതിപ്പോ ആദ്യത്തെ വണ്ടി ഏതാ മോഡല്? 2024 സീറ്റ വേരിയന്റ് വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 25,000 കിലോമീറ്റർ ഓട്ടം. 24 മോഡൽ അല്ലേ? 24 മോഡൽ, 25,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓൺഷിപ്പ്, സീറ്റ ടെർബോ വേരിയന്റ് വണ്ടി. സീറ്റ 1 ലിറ്റർ ടർബോ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. എല്ലാത്തിൻ്റെയും കൂടി ഇന്റീരിയർ കാണിക്കുന്ന സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും നോക്കാനൊന്നും ഇല്ലാത്ത പുത്തൻ വണ്ടി തന്നെ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി. ഇതൊക്കെ ശരി കഴിഞ്ഞാൽ ഈ പെട്രോളൊക്കെ എന്ത് മൈലേജ് ഉണ്ട്? 15-16 കിട്ടുമോ? സൂറായിട്ട് എന്തായാലും കിട്ടും അല്ലേ? 1 ലിറ്റർ ടർബോ കൂടി പവറും ഉണ്ടാവും. മോശമൊന്നുമില്ല. ഒരു ഭാഗമില്ലാത്ത പുത്തൻ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത പുത്തൻ വണ്ടി. 24 വാറണ്ടി ഉണ്ടാവൂലേ? വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ടാവൂലേ? ശരിക്കും നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഫൈനലായിട്ട് 9,50,000 കൊടുക്കാം. ഇത് സീറ്റ് ആയതുകൊണ്ട് ഇറങ്ങുമ്പോൾ അത്യാവശ്യം വിലയില്ലേ? 11,45,000 വിലയുണ്ട് അല്ലേ? 9,45 കൊടുക്കാം. ഏകദേശം ഒരു 25 ഓടിയപ്പോ 25 അല്ലേ? എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷം റുപ്യേന്റെ മേലെ ഡിപ്രിസിയേഷൻ വന്നു. അടിപൊളിയായിട്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. ഇതൊക്കെ ഫസ്റ്റ് സെയിലായി പോകും. അടുത്തത് നമ്മുടെ മെയിൻ സാധനം സ്വിഫ്റ്റ് അല്ലേ? ഇതേതാ മോഡല്? ഇത് 2022 വണ്ടി, VXI ഓട്ടോമാറ്റിക്, സിംഗിൾ ഓൺഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. VXI ഓട്ടോമാറ്റിക് ആണ്. 50,000 കിലോമീറ്റർ ഓട്ടം, 4 സിലിണ്ടർ വണ്ടിയാണ്. 6,55,000 ഫൈനൽ റേറ്റ് കൊടുക്കാം. 6,55,000. അത് 22 ആയതുകൊണ്ട്. VXI അല്ലേ? VXI ഓട്ടോമാറ്റിക് ആണ്. ഒരപാകതയില്ല. ഓക്കെ, നീറ്റ് വണ്ടി കേട്ടോ. അതും എനിക്ക് തോന്നുന്നു വാറണ്ടി ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇനി ഇതാണെങ്കിലോ ഡിസൈർ? ഇത് 2018 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, 55,000 കിലോമീറ്റർ ഓട്ടം, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, പെട്രോൾ VXI വണ്ടി. 5,15,000 രൂപ ഫൈനൽ കൊടുക്കാം. 5,15,000. അതും മോശമൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റ് വണ്ടിയാണ്. എന്തൊക്കെയൊക്കെ കുറേ ഉണ്ടാവില്ലേ? ചെറിയൊരു പണി ചെയ്ത് കൊടുക്കാം. ഫൈനലിൽ നിന്നും പറയില്ല. നിങ്ങൾ കുറയ്ക്കുന്ന എനിക്കറിയാം. മാക്സിമം കുറച്ച് കൊടുത്താൽ കേട്ടോ. അപ്പോൾ അടുത്തത് നല്ല ബ്ലാക്ക് അല്ലല്ലോ? ബ്ലാക്ക് മിഡ് നൈറ്റ് പ്ലം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഒരു കളർ അല്ലേ?
ബ്ലാക്കും ഒരു ഓരോ ആംഗിളിൽ ഓരോ ലുക്കാണ്. ഇതിപ്പോ മോഡൽ ഏതാ? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് XT എന്ന് പറഞ്ഞ വേരിയന്റ്. മിഡിൽ ഓപ്ഷനിൽ ഫുള്ളിന് തൊട്ട് താഴെ XT ആണല്ലോ. XT പിന്നെ അതിൽ 30,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി, 22 23 രജിസ്ട്രേഷൻ വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് ഫൈനലായിട്ട് 5,25,000 കൊടുക്കും. 5,25,000 23 വണ്ടി എടുക്കാം. അതും നല്ല കിളിക്കുഞ്ഞു വണ്ടി അല്ലേ? ഒരു അപാകതയിലും ഉറപ്പില്ല. 100% ചെക്ക് ചെയ്തോട്ടെ. ടെമ്പർ ഉണ്ടല്ലോ, എന്ത് പറയാനാ, എവിടെ വേണേൽ കൊണ്ടുപോട്ടെ. 100%. അതാണ് നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയിൽ. ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട. ഫുൾ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കാം. ആ തൊട്ട് പറയുക ഒരു ഹൈബ്രിഡ് ആണോ അത്? ഹൈബ്രിഡ്, സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി 2023 സീറ്റ വേരിയന്റ് ഗ്രാൻഡ് വിറ്റാര. സീറ്റ 23 ഇപ്പൊ ആവറേജ് ഇതിൽ കാണിക്കുന്നത് 17 കിലോമീറ്റർ ആണ് മൈലേജ് കാണിക്കുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, 40,000 കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ ലെസ് ആവറേജ് ആണുള്ളൂ. 40,000. അപ്പൊ ഫ്രണ്ടിൽ രണ്ടെണ്ണം മാറിയതാണല്ലോ. ഇപ്പൊ മാറിയോ ഫ്രണ്ടില്? ഇല്ല. അപ്പൊ അത്ര ഘട്ടം ഉണ്ടെന്നാലും അത്യാവശ്യം 30% 40% എന്തായാലും ഉണ്ടോ? ഇത് ഒരു റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഇല്ല. പിന്നെ വാറണ്ടി ഉണ്ടോ? ഇപ്പൊ കമ്പനി വാറണ്ടി വരുന്ന 6 എയർ ബാഗിലെ വണ്ടി. അതെ അല്ലേ? സീറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ള് താഴെ വരും. നമുക്ക് ഫൈനലായിട്ട് 11,40,000 രൂപ കൊടുക്കും. 10-18 ലക്ഷം രൂപ വിലയില്ലേ പുതിയ? 16-17 ഉണ്ട് അല്ലേ? ഓക്കെ, മോശം വില കുറഞ്ഞതിന് ശേഷം അല്ലേ? എന്നാലും അടിപൊളി വണ്ടി കേട്ടോ. ക്വാളിറ്റി വൈസ് ഒന്നും പറയാനില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. അടുത്തത് ടെറാനോ ആണ്. ടെറാനോ ക്വാളിറ്റിയുള്ള ടെറാനോ കാണല് കുറവാ. 2017 സിംഗിൾ ഓൺഷിപ്പ്, 1,08,000 കിലോമീറ്റർ ഓടിയ കറക്റ്റ് സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. അത് ഫൈനലായിട്ട് നമുക്ക് 4,90,000 രൂപ കൊടുക്കാം. 4,90,000 2017 85 ആണ് അല്ലേ? 85 ടെറാനോ നല്ല നീറ്റ് വണ്ടി. അതായത് നമ്മൾ ഈ ടെറാനോക്ക് ഇത്ര നീറ്റ് വണ്ടികൾ കാണൽ എവിടെയും കുറവാണ്. 85 ആയതുകൊണ്ട് മൈലേജും കിട്ടും. അടുത്തത് വെന്യൂ ആണെങ്കിലോ? വെന്യൂ 2021 മോഡല് 68,000 കിലോമീറ്റർ വണ്ടി. ഗ്രേ കേട്ടോ. 21 അല്ലേ? 21 IMT വണ്ടിയാണ്. SX ടർബോ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മേജർ ആയിട്ടൊന്നുമില്ല. ചില ടച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. IMT ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും ടച്ചപ്പ് വരും. അത് ഓടി ചെയ്യുമ്പോൾ അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. പക്ഷെ വണ്ടി നല്ല ക്ലീൻ ആണ്. ഇത് പേരിന്റെ SX ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ. ഓക്കെ. പിന്നെ അപാതൊന്നും ഇല്ലല്ലോ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളായിട്ടൊന്നുമില്ല. സൺറൂഫ് അടക്കം എല്ലാം വരുന്ന വണ്ടി. കിലോമീറ്റർ 68,000 കിലോമീറ്റർ. ശരി. IMT ആയതുകൊണ്ട് രസമാണ് ഓടിക്കാൻ. എന്താ വില? നമുക്ക് 6,55,000 കൊടുക്കാം. 6,55,000. 21 വണ്ടിയോ? 21 വണ്ടി. IMT നല്ല പ്രൈസ് ആണല്ലോ. അടിപൊളി പ്രൈസ് കേട്ടോ. അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 6,55,000 അല്ലേ? അത് നിങ്ങൾ വേണം നോക്കിട്ടോ. നല്ല കിടിലം പ്രൈസിൽ നിങ്ങൾക്ക് ഒരു IMT എടുക്കാം. എനിക്ക് തോന്നുന്നൊരു മറ്റേ മാരുതിയുടെ പൈസ ആയുള്ളൂ അല്ലേ? അതെ. അടുത്തതാണ് ഇരുമ്പ് സ്വന്തമായിട്ടുള്ളതുകൊണ്ടുള്ള അഹങ്കാരം. ചാച്ചയുടെ പഞ്ചാണ് കേട്ടോ. അത് ഒരു പഞ്ചിനൊന്നും ഒന്നും ആവൂലത്. അടിപൊളി സാധനം അല്ലേ? ബോഡി വൈസ് ക്വാളിറ്റി, മൈലേജ് ആണ് പ്രശ്നം. മൈലേജ് കിട്ടുന്നുണ്ട്. 13 കാണിക്കുന്നുണ്ട്. അപ്പൊ 10 കിട്ടും. അതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് മൈലേജ്. അതാണ് ഇതിന്റെ 13 ആവറേജ്. പക്ഷെ സേഫ്റ്റി ഭയങ്കര കൂടുതലാട്ടോ. പിന്നെ സേഫ്റ്റി അത് കിട്ടണം. അതെ. അതായത് ഇതിപ്പോ പലരും കമന്റ് ഇടും, മൈലേജ് കുറവുള്ളപ്പോ സേഫ്റ്റി തള്ളും, സേഫ്റ്റി കുറവുള്ളപ്പോ മൈലേജിന് തള്ളും. സംഭവം ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കേസാട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി 23 വണ്ടി അക്കംപ്ലിഷ് എന്ന് പറഞ്ഞ പേരുണ്ട്. ഫുള്ളിന് തൊട്ട് താഴെയുള്ള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 52,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി. 23 വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 6,25,000 രൂപ ഫൈൻ ചെയ്യാൻ പറ്റും. അടിപൊളി. 6,20 നല്ല അടിപൊളി പ്രൈസ് കേട്ടോ. അത് ഏറ്റവും ഫുൾ ബട്ടൺ സെറ്റ് ഒക്കെ വരില്ലേ? ബട്ടൺ സെറ്റ് എല്ലാം വരും അല്ലേ? ഓക്കെ. മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, നല്ല അടിപൊളി ഗ്യാരണ്ടി ഇടാം. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോ. നിങ്ങൾ നേരിട്ടുള്ള അനുഭവം ചെക്ക് ചെയ്ത് പറഞ്ഞാൽ മതി. അതെ. ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ആരും എന്ത് കുറ്റം പറയാൻ പുത്തൻ വണ്ടി പോലെ കിടക്കുന്ന എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പോകാണ്ട് നമ്പർ തന്നിട്ട് എല്ലാം ഹിസ്റ്ററി ഞാൻ അയച്ചു. വേണമെങ്കിൽ 6 മാസം വാറണ്ടി കൊടുക്കാം. 100%. അത്രേ ഉള്ളൂ. പിന്നെ എന്ത് മേടിക്കാനാ? പറഞ്ഞ ഇതാണെങ്കിലോ ഇത് ബ്രസ 2018 സെക്കൻഡ് ഓൺഷിപ്പ് 80,000 കിലോമീറ്റർ LDA വണ്ടിയാണ്. LDA ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ബാക്ക് ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ആണ്. കറക്റ്റ് 80,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി ഉണ്ട്. അടിപൊളി. നമുക്ക് ഫൈനായിട്ട് 5,65,000 രൂപ കൊടുക്കാം. LDA ആണ്, ഡീസൽ ആണ്, 85 ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്. സെക്കൻഡ് ഓണർ അല്ലേ? 5,65. മോശമൊന്നുമില്ല അല്ലേ? മാന്യമായ വില. ഇനി ഇതാണെങ്കിലോ? ഇത് 2022 മോഡൽ ട്രൈബർ RXT ഓട്ടോമാറ്റിക് 1 ലിറ്റർ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓട്ടം. നമുക്ക് ഫൈനായിട്ട് 5,35,000 രൂപ കൊടുക്കും. 5,35,000 ഓട്ടോമാറ്റിക് 22 ട്രൈബർ, അതും 7 സീറ്റർ. എന്താ അല്ലേ? ഇതൊക്കെ എത്ര ഉള്ളൂ കേട്ടോ വില. ഇപ്പൊ ഏറ്റവും വില പറഞ്ഞൊരു 7 സീറ്റർ അതേ ഉള്ളൂ. അടുത്തത് XL6 ആണ്. XL6 മാരുതി. ഇത് 2020 XL6
ആൽഫ വേരിയന്റ് വണ്ടി 30,000 കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ആൽഫ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പാണ്. കമ്പനി എക്സ്റ്റൻഡ് വാറണ്ടി അടക്കമുള്ള വണ്ടിയാണിത്. ശരി, വേറെ ക്ലെയിമോ കാര്യങ്ങളോ സംഭവിച്ചില്ല. നമുക്ക് ഫൈനലായിട്ട് 8,35,000 രൂപ കൊടുക്കുന്നത്. 20 വണ്ടി അല്ലേ? 20 വണ്ടി, ലോ കിലോമീറ്റർ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഫുൾ ഓപ്ഷൻ, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും. ഇത് ഹൈബ്രിഡ് അല്ലല്ലോ? ഹൈബ്രിഡ്. 10 കിലോമീറ്റർ മൈലേജ് കിട്ടൂലേ? 100% കിട്ടും. 8.35 കൊടുക്കാം. അടിപൊളി കേട്ടോ. പിന്നെ ഇപ്പൊ ഈ കാണിച്ച എല്ലാ വണ്ടിക്കും ലോണും കയറില്ലേ? 100% കയറും. മാക്സിമം നല്ല ട്രാക്കിൽ നമ്മുടെ സിവിൽ സ്കോറിലെ കസ്റ്റമേഴ്സ് 100% കയറും. എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മെയിൻ സാധനം ഇന്നോവ ക്രിസ്റ്റ 2017 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1,40,000 കറക്റ്റ് കമ്പനി സർവീസ്, ഒറിജിനൽ കേരളമാണ്. ബാക്ക് ഡിക്കി മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ ആക്സിഡന്റ്സോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും മാറി. ഡിക്കി ഗ്ലാസ് മാറി, ഡിക്കി മാത്രം, ഫ്രെയിം മാത്രം. ഒറിജിനായിരിക്കും അല്ലേ? കാരണം ഇടിച്ചാ ഇല്ല, പൊട്ടുമില്ല. പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഗ്ലാസ് മാറിയില്ലല്ലോ? ഇല്ല, ഒന്നും മാറിയില്ല. അപ്പൊ കുഴപ്പമില്ല. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാട്ടോ. ഇത് ബ്ലാക്ക് അല്ലേ? ഇത് ബ്ലാക്ക് തന്നെ. 17 വി ഓപ്ഷൻ വണ്ടി. 17 വി. ഇതിൽ മാനുവൽ വന്നത് അല്ലേ? 2.4 മാനുവൽ. അല്ലോ വീല് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് 16,45,000 രൂപ കൊടുക്കും. ഒറിജിനൽ കേരള വണ്ടി 16,45. 17 മോഡൽ. 17 മോഡൽ വി ഓപ്ഷൻ വണ്ടി. അപ്പൊ അതൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. നല്ല വണ്ടി കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. ഇതില് ഫ്രണ്ട് 2 ടയർ മാറ്റാനുണ്ട്. ടയർ 2 മാറ്റി തരും കേട്ടോ. 14,45 വേണമെങ്കിൽ പഴയിട്ട് കൊടുക്കാം. ഓക്കെ, നല്ല വീല് കൊടുക്കണ്ട കേട്ടോ. നല്ല വീലാ. ഇതാണെങ്കിലോ പുത്തൻ വണ്ടി. ഇത് 2022 മോഡല് സിംഗിൾ ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ വണ്ടി. G4 ഓട്ടോമാറ്റിക് ആണ് വണ്ടി. G4 ഓട്ടോമാറ്റിക്, 2.4 ഓട്ടോമാറ്റിക് കേട്ടോ. 2.4 ഓട്ടോമാറ്റിക്. എല്ലാം 2.8 വരുന്നത്. 22ലേക്ക് വരുമ്പോൾ 2.4 വരും. കിലോമീറ്ററോ? 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി അണ്ടർ വാറണ്ടി ഇടുന്ന വണ്ടി. ശരി, 22 ആലോചിക്കണം. വില പറയുമ്പോൾ അങ്ങനെയും കൂടി ആലോചിച്ച് പറ. നമുക്ക് ഫൈനായിട്ട് 22,60,000 നെറ്റിന് കൊടുക്കാം. 22,65 ഫൈനൽ പ്രൈസാ? ഫൈനൽ പ്രൈസ്. ഞാൻ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു 22 മോഡൽ റീവണ്ടി കൊടുക്കണ്ട വില കൊടുക്കണം കേട്ടോ. 22,60,000 രൂപയ്ക്ക് 4 ടയർ പുതിയ ഇട്ടും. എന്നിട്ട് 4 ടയർ പുതിയത് ഇട്ട് കൊടുക്കും. എന്താ അല്ലേ? വെറും 80,000 കിലോമീറ്റർ ഓടി. ഒറിജിനൽ കേരള വണ്ടി. റിയല്ല, ഒറിജിനൽ കേരള. ആക്സിഡന്റ് വരുമ്പോ തന്നെ മലപ്പുറത്ത് നമ്മളെ ഇക്കാക്കന്മാര് ഓടി വരും. ഇത് നോക്കി നമ്പർ KL14 AC 111 റീപ്ലേസ് ഇല്ലല്ലോ? 100% ഗ്യാരണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വെട്ടിക്കെട്ട് സാധനം കേട്ടോ. അത് നിങ്ങൾ മിസ് ചെയ്യണ്ട. അതെന്തായാലും നിങ്ങൾ ആർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കച്ചവടക്കാരനെ കൊണ്ടുപോകും. അടുത്തത് ഇതാണെങ്കിലോ? ഇത് 2019 വണ്ടി. 19 Etios ലീവ, പെട്രോൾ വേരിയന്റ്, 30,000 കിലോമീറ്റർ വണ്ടി. നല്ല ക്ലീൻ പീസ് വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വണ്ടി വരുന്നത്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ മേജർ ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. റേറ്റ് നമുക്ക് ഫൈനലായിട്ട് 5,35,000 രൂപ കൊടുക്കാം. അതായത് 19 മോഡലുള്ളതുകൊണ്ട് കേട്ടോ. 5,35 കൊടുക്കാം. എന്തെങ്കിലും കുറയാണ്ടാവൂലേ? ചെറിയൊരു എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാം അല്ലേ? ഇതൊക്കെ നിങ്ങൾ, അതായത് ഈ സാധനമൊക്കെ ഇത്രയും വൃത്തിയുള്ളത് കാണുമ്പോൾ കിട്ടുമ്പോൾ വേണമെങ്കിൽ മേടിക്കുക അല്ലേ? തപ്പിയൊന്നും ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും ആ ഇന്നോവകളൊന്നും മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഏത് വണ്ടിയുടെ ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും ബ്രോ അയച്ചു കൊടുക്കൂലേ? 100% അയച്ചു കൊടുക്കും. നമുക്ക് ഈ ഒരു നിലയെ കുറച്ചൊന്നും കുഴപ്പമുണ്ടല്ലോ. ഫുൾ SUV സെഗ്മെന്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ മിക്കവാറും വണ്ടികളൊക്കെ SUV അല്ലേ? അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ബ്രസ് ആദ്യം കാണിച്ചു കൊടുക്കാം. ബ്രസ് അല്ല, അർബൻ ക്രൂസർ. ഇത് അർബൻ ക്രൂസർ അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടി. നല്ല നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. 2022 വണ്ടി, ഫുൾ ഓപ്ഷൻ അർബൻ ക്രൂസർ. 40,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. നമ്മൾ അന്നൊരു 5-6 കൊണ്ടൊക്കെ പോയില്ലേ? എല്ലാം വീട്ടിൽ തന്നെ പോയത്. അതെ. ഇത് 22 കിലോമീറ്റർ, 40,000 കിലോമീറ്റർ. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി. ഡാഷ് ക്യാബ്, ഓട്ടോമാറ്റിക് ഡാഷ് ക്യാബ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ട് വരുന്നത്. നമുക്ക് ഫൈനലായിട്ട് 9,35,000 രൂപ ഫൈൻ ചെയ്യാൻ പറ്റും. 9,35 ഓട്ടോമാറ്റിക്. അതായത് പിന്നെ ഒരാഭാഗത്തില്ലാത്ത ആക്സിഡന്റ് എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. 100% ഗ്യാരണ്ടി ആണല്ലേ? അടിപൊളി. അടുത്ത പ്രശ്നം ന്യൂ ഷേപ്പ് ആണെങ്കിലോ? ന്യൂ ഷേപ്പ് 2024 ZXi വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യം കറക്റ്റ് 34,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഏതായിരുന്നു ഓപ്ഷൻ? ZXi Plus അല്ലേ? ഓക്കെ, അങ്ങനെ തന്നെ വരുന്നത് അല്ലേ? ഇത് ZXi ആണ്. ഇത് നമുക്ക് ഫൈനൽ നിലയാണ്. ഫൈനൽ വില 11,30,000 രൂപ കൊടുക്കാം. 11,30,000. ഇത് പുതിയ എന്താ വില അപ്പോൾ? 14,50,000 രൂപ വിലയുണ്ട്. ഇത് കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ? 32,000 കിലോമീറ്റർ. അത്ര ഓടിക്കുള്ളൂ അല്ലേ? അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന നല്ല അടിപൊളി ഒരു ബ്രസ. അതും നല്ല ക്വാളിറ്റിയുള്ള ക്ലീൻ വണ്ടി. അടുത്തത് 3 കർമ്മന്മാരെ കാണിച്ചു തരാം. ക്രെറ്റ ചെയ്ത മോഡൽ. ഇത് 2022 SX എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ബട്ടൺ സ്റ്റാർട്ട്. എക്സിക്യൂട്ടീവ് എന്താ വ്യത്യാസം? അഡീഷണൽ ആയിട്ട്
ഫോഗ് എന്തോ കാരണം അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ് എന്നുള്ള വേരിയന്റ്. സൺറൂഫ് ഓ, ഇത് ചിലപ്പോൾ ചെറിയ ചെറിയ എയർ ബാഗിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡ്. 2022 സിംഗിൾ ഓൺഷിപ്പ് 34,000 കിലോമീറ്റർ ഓട്ടോ. പെട്രോളാന്ന് പറയുന്നത്. പെട്രോളാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ സിംഗിൾ ഓൺഷിപ്പ് അറിയാലോ. ഷോറൂം കണ്ടീഷൻ വേണ്ടി നമുക്ക് ഫൈനലായിട്ട് 12,40,500 കൊടുക്കുന്നത്. ഇറങ്ങുമ്പോൾ 20 റുപ്യ അടുത്ത് വിലയുണ്ടോ? പിന്നെയോ 100% ഉണ്ടല്ലേ. ഫുൾ ഓപ്ഷൻ കൂടെ അല്ലേ? ഫുൾ ഓപ്ഷൻ ഉണ്ട്. അടിപൊളി കേട്ടോ. 12,40,000 കൊടുക്കും. 40,000 രൂപയ്ക്ക് ഇനി എടുക്കുന്നവൻ അത് മുതലാണ്. ഇനി കുറയാനൊന്നും ഇല്ല. അടുത്തത് ഇതാണെങ്കിലോ, ഇത് 2023 വണ്ടി, S+ SC നൈറ്റ് എഡിഷൻ വണ്ടി, സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 20,000 കിലോമീറ്റർ ഓട്ടം. പെട്രോൾ തന്നെ. 20,000 കിലോമീറ്റർ ഓട്ടം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത 23 S+ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക, എല്ലാ സാധനം ഉണ്ട്. അല്ല, ബട്ടൺ ഷർട്ട്, അലോയിൽ കാര്യങ്ങൾ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വന്നു. എല്ലാം വന്നു. ഓട്ടോ ഫോൾഡിംഗ് മിറർ ഒഴിച്ച് ബാക്കിയെല്ലാം ഫങ്ഷൻസ് ഉണ്ടോ? അതൊക്കെ ഒരു പ്രശ്നമാണ്. നമുക്ക് വേണം ചെയ്താൽ പോരെ. അതെ. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഫൈനലായിട്ട് 12,45,000 രൂപ. 12,40,000 12,30 രൂപ കൊടുക്കാം ഫൈനൽ. എന്താ ഞാൻ പറയുന്നത്? 12,30 രൂപ. എങ്ങനെ അത് 22 വണ്ടിക്ക് ആ വില ഉണ്ട്? ഇതിന് കുറച്ച് പറയുന്നത് മോശമല്ലേ? ഇത് എക്സിക്യൂട്ടീവ് ടോപ്പ് എൻഡ്. അതല്ല, അത് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അങ്ങനെ അതെന്താ കുറവ്, ഇതെന്താ കൂടുതൽ. പക്ഷേ ഇത് വേരിയൻസ് വൈസ് ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ വരിക, പിന്നെ ഇതൊന്നും ചെക്ക് ചെയ്തില്ലെങ്കിൽ എടുത്തോണ്ട് പോകും. പക്ഷെ ചെക്ക് ചെയ്തിട്ടേ കൊണ്ടാവില്ല, വെറുതെ പറഞ്ഞു. അത്രയും ചെക്ക് ചെയ്യാൻ ഒരു ഇഷ്യൂ ഇല്ല. കൊണ്ടുവരിക, ചെക്ക് ചെയ്യുക, കൊണ്ടുപോയി ചെക്ക് ചെയ്തൂടെ? അതുപോലെ തന്നെ ഈ കറക്റ്റോ ഇത് വരുന്ന 3 ഡീസൽ വേരിയന്റ് ആണ് കാണിക്കുന്നത് മൊത്തം. ഇത് 2022 SX ഡീസൽ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 70,000 കിലോമീറ്ററോടെ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും 70,000 കറക്റ്റ് കമ്പനി സർവീസ് പോയ വണ്ടി. ഫുൾ ഓപ്ഷൻ തന്നെ. ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ. റേറ്റ് ചെയ്ത് നമുക്ക് ഫൈനലായിട്ട് 13,40,000 കൊടുക്കാം. 13,55 ഈ വണ്ടി പോകുന്നുണ്ട്, ചിലപ്പോൾ കേൾക്കുന്നില്ല. അതുകൊണ്ടാ 13,40,500 രൂപയ്ക്ക് ഡീസൽ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ. 22 വണ്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു 22 ലക്ഷത്തിന് അടുത്ത് വില. 22 മേലെയുണ്ട്. ആ സാധനമാണ് നിങ്ങൾക്ക് വരുന്നത് 10 ലക്ഷം രൂപ ഡിപ്രിസിയേഷൻ. അതും 70 എന്ന് പറഞ്ഞാൽ വലിയ ഓട്ടം ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററിയിലെ വണ്ടി. അടുത്തത് ഏറ്റവും പുത്തൻ സാധനം, പുതിയ വണ്ടി. 2024 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്, S ഓപ്ഷനിലെ വണ്ടി, 40,000 കിലോമീറ്റർ ഓട്ടം. 24 ഡീസൽ 40,000 കിലോമീറ്റർ ഓട്ടം. അടിപൊളി. എന്താ മോനെ വണ്ടി. അതായത് ഇതൊന്നും അനങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. S+ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ വരുന്നത് അല്ലേ? മിഡിൽ ഓപ്ഷനിൽ ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻസും ആയി. ഇതിനകത്ത് എന്താ ഇല്ലാത്തത്? ഒരുവിധം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അല്ല, അടിപൊളി പുതിയ ഇന്റീരിയർ. ഇതും ഇല്ലേ ഏകദേശം ഒരു 10-25 ലക്ഷം, 20 മേലില്ലേ? ഡീസലും കൂടി ആയതുകൊണ്ട് 20 ലക്ഷം രൂപ വിലയിട്ട് വണ്ടിക്ക് ഉണ്ട്. നെഗോസിയേഷൻസ് പാടില്ല. ഫൈനൽ റേറ്റ് പറയാം. ഫ്രണ്ട് 2 ടയർ പുതിയ ഇട്ടിട്ട് 15,90,000 രൂപ. എന്താ അല്ലേ? 15,90,000 കിലോമീറ്റർ 40 ഓടിയിട്ട് ഫ്രണ്ട് 2 ടയർ പുതിയ ഇട്ടിട്ട് 15,90,000 ഫൈനൽ ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് വന്ന മോഡൽ ഇതാണ്. ഫൈനൽ വന്ന വണ്ടി, ഫൈനൽ വെർഷൻ. ഓൾമോസ്റ്റ് ഒരു 5 ലക്ഷം രൂപ കുറഞ്ഞു. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും പൊങ്കാലിടേണ്ട. എനിക്കൊന്ന് 27-28 ഒരു വാറണ്ടി ഉണ്ടാവൂലേ? കമ്പനി വാറണ്ടിയില്ല വണ്ടി. അതെ, എന്ത് ചോദിക്കാനാ പിന്നെ അല്ലേ? ഓക്കെ, അടുത്തത് ഇത് ഡീസൽ. ഇത് നമ്മൾ അന്നത്തെ പെട്രോൾ അല്ല അല്ലേ? ഇത് ഡീസൽ അല്ല. ഡീസൽ 2020 ഡീസൽ HTK പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതായത് ഏറ്റവും ഫുള്ളിന്റെ താഴെ വണ്ടി. 60,000 കിലോമീറ്റർ ഓട്ടം. ഇല്ല, ഡീസൽ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, സിംഗിൾ ഓൺഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി. 10,35,000 രൂപ. എന്റെ മോനെ, 2020 മോഡല് വെറും 60,000 ഓടിയ വണ്ടി അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് 10,35,000 രൂപ. പറയുമ്പം പിന്നെ തറവാടെല്ലാം ഒന്നാണ്. ഗിയം ഹുണ്ടായി ആണെന്നേ പറയുള്ളൂ. പക്ഷെ ഗിയ ഒരേ വണ്ടിയാണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ ഡീസൽ ആയതുകൊണ്ട് അടിപൊളി പെർഫോമൻസ് ഉള്ള സാധനം. അതെ, രണ്ടും ഉണ്ടാവും. അപ്പം ഈ ഗിയം ഈ പറഞ്ഞ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വിലയ്ക്ക് ഈ ക്വാളിറ്റി ഉള്ളത് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചിലപ്പോൾ തപ്പിയിറന്നാൽ ചിലപ്പോൾ കുറേയൊക്കെ കഴിയുമ്പോൾ കിട്ടും. ഇതുപോലെ കിട്ടൂല അല്ലേ? എന്തായാലും നിങ്ങൾ ഇപ്രാവശ്യത്തെ കളക്ഷൻ അടിപൊളിയായി. അത്രയും നല്ല അടിപൊളി വണ്ടികൾ. പിന്നെ ഇതൊക്കെ ധൈര്യമായിട്ട് കൊടുത്തു വിടും. ഒരാൾ പറയൂല. വാറണ്ടിയോട് കൊടുക്കാം, 6 മാസം വാറണ്ടി എങ്ങനെയും കൊടുക്കാം. ചെക്ക് ചെയ്ത് വന്നോളും. പക്ഷെ ഞാൻ പറയുമ്പോഴേ ഈ ഒരു മോഡലിനെ അപേക്ഷിച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വിലയൊന്നും ഒട്ടും കൂടുതലല്ല കേട്ടോ. കുറവാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മാന്യമായ വില അല്ലേ? ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഒരു മാന്യമായ പ്രോഫിറ്റ് എടുത്ത് ഞാൻ ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ വരിക, ഇത് നോക്കിക്കോളുക. ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. ഏത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിലും വിളിച്ചാൽ മതി. കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. അതിൻ്റെ പേര് നമുക്ക് അപ്പൊ എങ്ങനെയുണ്ട് ഇപ്രാവശ്യം കാണിച്ചു തന്ന വണ്ടികളൊക്കെ
അടിപൊളിയെല്ലാം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പുതിയ വണ്ടികൾ കമ്പനി വാറണ്ടി നിൽക്കുന്നത് ഒരു ബാധ്യതയില്ലാത്ത വണ്ടികൾ. അത് ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിലവിലിവിടെയുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി കളക്ഷനാണ്. ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാം, ധൈര്യമായിട്ട് കൊടുത്തു വിടാം, ഒരാളൊന്നും പറയില്ല അല്ലേ? ഗ്യാരണ്ടിടാ. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നെറ്റിലും ബോട്ടിലും ഓടുന്ന സാധനം നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ വാറണ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ചെക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഒറ്റ കാര്യം പറയാനുള്ളൂ, യുദ്ധമൊക്കെ ആയിരുന്നു, കഴിയുന്നതേ ഉള്ളൂ, വില കുറച്ച് കൊടുക്കണം. വില കേട്ടല്ലോ, അല്ല കുറച്ച് തന്നെയാണ് പറഞ്ഞത്, എങ്കിലും ഞാനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പാണ്. അടുത്തൊരു കിലോ മീഡിയ ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ഷോറൂമിൽ ഞാൻ പറഞ്ഞാലോ വലിയ വണ്ടികളേ ഉള്ളൂ. ചെറു വണ്ടികളിലേക്ക് പോകാം അല്ലേ? എന്നിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.